ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 19 റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ആവറേജ് എപ്പിസോഡായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജയിൽ നോമിനേഷൻ, ജയിൽ ടാസ്ക്, പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസിലേക്കുള്ള നോമിനേഷൻ, പിന്നെ കുറച്ച് നോർമൽ ക്ലാഷസോ അങ്ങനെയൊക്കെ ആയിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആസ് യൂഷ്വൽ മോർണിംഗ് ഡാൻസോടുകൂടി തന്നെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേ വാളെടുത്ത ലങ്കക്കലി ആ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കിച്ചണാണ് ഫസ്റ്റ് ഫോക്കസ്. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് കിച്ചണിൽ നിന്ന് തന്നെയാണ്. അപ്പം നൂറ, ഷാരിക, അപ്പാൻ ഇവർ സംസാരിക്കുകയാണ്. അതായത് എന്താ നമ്മുടെ നൂറയാണെന്നുണ്ടെങ്കിൽ കാപ്പി ഇടുക, നൂറയാണോ ഷാരികയാണോ കാപ്പി ഇടുന്നുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടി ഉണ്ട്. അപ്പോൾ അന്നേരം അപ്പാൻ ചോദിക്കുന്നത് ഇത് എവിടെ നിന്നാണ് കാപ്പിപ്പൊടി കിട്ടിയത്, എന്താ ഇന്നലെയാണ് നോക്കിയപ്പോൾ ഇവിടെ കാപ്പിപ്പൊടി ഇല്ലായിരുന്നല്ലോ, ഇന്നിപ്പോൾ എവിടെ നിന്ന് വന്നു. അപ്പോൾ നൂറ പറഞ്ഞു അവിടെ നിന്ന് കിട്ടിയതാ. അപ്പം ഇന്നലെയാണ് ഇവിടെ കാപ്പിപ്പൊടി ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരോ ഒളിപ്പിച്ച് വെച്ചതാണ്. അപ്പം ജിസേൽ വരുന്നു. ജിസേൽ അത് ഒളിപ്പിച്ച് വെച്ചെന്ന് എല്ലാവരും കണ്ട് ജിസേലിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് നിങ്ങൾ കാണാത്ത എൻ്റെ പ്രോബ്ലം അല്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനാണെന്നുണ്ടെങ്കിൽ പറയുന്നു, ലാസ്റ്റ് അവരോട് പറയുന്നുണ്ട് കിച്ചൻ ടീം അല്ലാത്ത ആരെയും കിച്ചണിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞ് ആര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനു ജിസേലിൻ്റെ അടുത്ത് ഈ കാപ്പിയുടെ ഇഷ്യൂ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാപ്പിക്കള്ളി എന്ന് മറ്റേ ചപ്പാത്തിക്കള്ളി എന്ന് പുള്ളിക്കാരനെ വിളിച്ചില്ലേ, അതുപോലെ അനു ആണെന്നുണ്ടെങ്കിൽ കാപ്പിക്കള്ളി എന്ന് വിളിക്കുന്നുണ്ട് ജിസേലിനെ. പിന്നെ നമ്മുടെ അപ്പാനിയും അക്ബറും കൂടെ റെനേനെ പറ്റി സംസാരിക്കുക, റെനേനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം. അതായത് അക്ബർ പറയുന്നുണ്ട് മറ്റേ കിച്ചണിലൊക്കെ റെന വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളൊരു നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഒനിയിലാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിനെ ഒരു പേഴ്സണൽ ഗ്രിഡ്ജൊക്കെ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൻ്റെ പ്രായമുണ്ട്, പക്ഷേ ഭയങ്കര ടോക്സിക്കാണ് ഒനിയിൽ എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഷാനവാസ് ആണെങ്കിൽ കിച്ചൺ ടീമിൻ്റെ അടുത്ത് വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 12 മണി അടുത്തായിട്ടും അവർക്ക് രാവിലത്തെ ഫുഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ അനുവിൻ്റെ അടുത്ത് ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ട് ഷാനവാസ്, സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ അന്നേരം നൂറ പറയുന്നുണ്ട് ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞതാണ് പരിപ്പുകറി ഉണ്ടാക്കാമെന്ന്. അന്നേരം അവൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് അനു ടേസ്റ്റി ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഈ കൃത്യസമയത്ത് ആഹാരം തരാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇത് മരുന്ന് കഴിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം അങ്ങനെയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ നിൽക്കാതെ ഇത്ര 6 പേര് കിച്ചൺ ടീമിലുണ്ട്. അപ്പോൾ അവർ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ. അപ്പോൾ അനു അവിടെ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കിച്ചൺ ടീമിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ എല്ലാവരും പോയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ അസ്വിഷ്യൽ നമ്മുടെ അനുവിൻ്റെ കരച്ചിൽ ഒരു സൈഡിൽ കിടന്ന് അപ്പാനെ ആ സൈഡിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിൽ എല്ലാവരും വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് മോശം പ്രകടനം കാഴ്ചവെച്ചവർ ജയിലിലേക്ക് അയക്കണം, അതിന് നോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ അനീഷ് വന്നിട്ട് അഭിലാഷിനെയും ഒനീലിനെയും ഇത് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഭാഷ, അതായത് നമ്മുടെ ശൈത്യ ഇത് ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ജീവിതകഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആരും ചിരിച്ചില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ അഭിലാഷും ഒനിയിലും ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവരെ നോമിനേറ്റ് ചെയ്യുന്നു. അഭിലാഷ് വന്നിട്ട് ജിസേലിനെ ആര്യനെയും അവരാണെങ്കിൽ മറ്റേ ടാസ്കിന് പോയിട്ട് കറക്റ്റായിട്ട് ചെയ്യത്തില്ലല്ലോ, പണിപ്പുരയുടെ ടാസ്കിന് ചെന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യാത്തതിന് അവരെ നോമിനേറ്റ് ചെയ്യുന്നു. ഒനിയിൽ വന്നിട്ട് അനീഷിനെ നമ്മുടെ ടാസ്കിൻ്റെ ഒക്കെ വെച്ചിട്ടും ജിസേലിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് അനീഷ ആര്യന്, റെന ഫാത്തിമ വന്നിട്ട് ഒനിയിലിനെയും അഭിലാഷിനെ അവർ സംസാരം തെറിയൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് റെന ഫാത്തിമ പറഞ്ഞത്. ഭയങ്കര ടോക്സിക് ആണെന്നൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് ഒനിയിൽ. ജിസേൽ വന്നിട്ട് അഭിലാഷിനെ ഒനിയിലിനെയും പറയുന്നുണ്ട്, സെയിം റീസൺ, സംസാരിച്ച ഭാഷ ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ജിസേൽ. ബിന്നി വന്നിട്ട് ആര്യൻ ജിസേൽ, രേണു വന്നിട്ട് അഭിലാഷ് ഒനീൽ, ഷാരിക ആര്യൻ ഒനീൽ, ശൈത്യ അനീഷ് ജിസേൽ, ആര്യൻ വന്നിട്ട് ജിസേൽ അനീഷ്, നെവി വന്നിട്ട് ജിസേൽ ആര്യൻ, അക്ബർ വന്നിട്ട് ജിസേൽ ഒനീൽ, ശരത്ത് വന്നിട്ട് ആര്യൻ അഭിലാഷ്, അനു വന്നിട്ട് ജിസേൽ അഭിലാഷ്, നൂറ ആദില വന്നിട്ട് ഒനീൽ ജിസേൽ, സരിക വന്നിട്ട് ആര്യന് ജിസേൽ. അപ്പം കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ചിരിച്ചത് ആര്യനാണ്. ലാസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ടാസ്കിൽ ജയിലിൽ പോകാണ്ട് വന്നത് ഒനീലും ജിസേലിനുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒനീലും റെന ഫാത്തിമയും തമ്മിലുള്ള ഒരു അടിയുണ്ട്. റെന എന്തോ പറഞ്ഞു, ഒനീൽ തിരിച്ചു വന്നു. എന്നിട്ട് ഒനീൽ കുറേ ദേഷ്യപ്പെടുന്നു, നിനക്ക് കഴിവ് വേണം, അന്നേരം റെന പറയുന്നുണ്ട് നിങ്ങൾ സോറി പോലും പറഞ്ഞില്ല, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചിട്ട്. അപ്പോൾ അന്നേരം അവിടെ നിന്ന് ഒനിയിൽ പറയുന്നത് ഈച്ച ഇവിടെ ഉണ്ട്, ശരത്തിനോട് ഒറ്റ പറയുന്നത് ഇവിടെ ഈച്ച തട്ടിക്കളയാൻ ആരുമില്ലേ, അതായത് റെനയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരൻ കൈയിട്ടിരിക്കുന്ന ഒരു ഫ്ലാസ്ക് വെച്ചിട്ട് റെനയുടെ തല അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് ബിഗ് ബോസിൽ. അപ്പം പക്ഷേ പുള്ളി അതൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ ഷാനവാസ് വന്ന് റെനയോട് നിർത്താനൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒനിയിലും റെന ഫാത്തിമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഷാനവാസ് വന്നിട്ട് റെനയോട് പറയുന്നത് നിർത്താനൊക്കെ പറയുന്നു.
പക്ഷേ റെന നിർത്തുന്നില്ല. എന്നിട്ട് വീണ്ടും ഒനിലിൻ്റെ അടുത്തപ്പോൾ ഒനിൽ പറയുന്നുണ്ട്, നിൻ്റെ ലവറിനില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണത്തമാണെന്നൊക്കെ പറയുന്നത്. പുള്ളി ഭയങ്കര കുറച്ചുകൂടെ ടോക്സിക്കായിട്ടാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അഭിലാഷും ശരത്തും കൂടെ അവർ നോമിനേഷൻ്റെ കേസ് പറഞ്ഞിട്ട് ഒരു ക്ലാഷ് ഉണ്ടാകുന്നത്. അതായത് ശരത്താണെങ്കിൽ മറ്റേ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത സമയത്ത് അഭിലാഷ് അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അവൻ അപ്പാനെയും വിളിച്ചിട്ടുണ്ട്, എന്നിട്ട് പുള്ളിനെ മാത്രം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സംസാരിക്കുകയാണ്. പിന്നെ അപ്പാനി ആര്യനും കൂടെ പറഞ്ഞിട്ട് അവൻ്റെ അഭിലാഷിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാവരെയും അടിക്കുമെന്നൊക്കെ അവന് വീരവാദമൊക്കെ മുഴക്കുന്നു, അവൻ്റെ അടിമകളാണ് നമ്മളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയാണെങ്കിൽ ആര്യനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അറിയാം. അതുപോലെ അഭിലാഷ് പറയുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് വിളിച്ചാൽ ഞാനത് മറ്റേ തമാശയായിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ അടുത്ത് വെച്ചുമ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ കുറച്ച് പൊടിപ്പും തൊങ്കിലും പറയുമല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞത് അതിന് ഇവനാണെങ്കിൽ അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയ, ശരത്ത്, ശൈത്യ. അപ്പോൾ ഒനിയിലും അഭിലാഷ്, നെവിന അവരൊരു മറ്റേ നമ്മുടെ പൗഡർ റൂമിലുണ്ട്. അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് ഒരു മരപ്പാവയാണ് അപ്പാനി മറ്റേ ഗ്രൂപ്പിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് പുള്ളീനെ സെലക്ട് ചെയ്തത്, മറ്റേ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അപ്പാനിയെ സെലക്ട് ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്നൊക്കെ ഒനിയിൽ അവിടുന്ന് പറയുന്നുണ്ട്. അന്നേരം ഒനിയിൽ പറയുന്നുണ്ട്, നെവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഗെയിമിനൊക്കെ കളിച്ചില്ല, എന്നിട്ട് അവൻ്റെ പേരൊന്നും ആരും പറഞ്ഞില്ല, എന്നിട്ട് പിന്നെ ഇവരെ മാത്രം ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഒനിയിൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ സ്പോൺസർ ടാസ്ക്കാണ്. സ്പോൺസർ ടാസ്ക് എന്ന് പറയുന്നത് പാചകമേള, നമ്മുടെ ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ വെച്ചിട്ടുള്ള ഒരു പാചക മത്സരമാണ്. 7 പേര് ഇതുള്ള 2 ഗ്രൂപ്പ്. എന്നിട്ട് അതിന് വിധികർത്താക്കളുണ്ട്, ഒരു റെസിപ്പി ബോർഡുണ്ട്, അവിടുന്ന് റെസിപ്പി കാർഡ് എടുത്തിട്ട് ആ റെസിപ്പി വെച്ചിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കണം. എന്നിട്ട് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ 2 പേര് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ഷാനവാസാനുവും ജിസയിലും സരികയും അവർ രണ്ട് ഗ്രൂപ്പിലായിട്ട് കുക്ക് ചെയ്യുന്നു. അവരെന്തൊക്കെ പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കായമൊക്കെ ഇട്ടിട്ട് മോക്ടെയിലും മോരും വെള്ളവും പിന്നെ അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ജയിച്ചതെന്ന് പറഞ്ഞാൽ ടീം ബി ആണ്. ടീം ബി എന്ന് പറഞ്ഞാൽ ആര്യനെ, ഷാനവാസും അനുവൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്, അവരാണ് ജയിച്ചത്. പിന്നെ ഷാനവാസും അനുവും മറ്റേ ഗ്രൂപ്പ് വിളിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസും അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ ഗ്രൂപ്പ് വിളിക്കാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാണോ, അതായത് അഭിലാഷും ഒനിയിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ റെനയെ പറ്റി സംസാരിക്കുന്നുണ്ട്. റെനയാണെന്നുണ്ടെങ്കിൽ ആരും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ ആര്യനെയും ജിസേലിനെയും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അക്ബറിൻ്റെ ടീമിനെയും എപ്പോഴും സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പണിപ്പുര കയറാൻ വേണ്ടിയുള്ള സമയമായി. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അതായത് ഒനിയിൽ, ബിന്നി, നെവിന്, പിന്നെ ജിസേല്, അനീഷ്, ഇത്രയും പേരാണ് പണിപ്പുരയിൽ കയറുന്നത്. പെട്ടെന്ന് കയറുന്നു, തിരിച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നുകൊണ്ട് ഒനിയിൽ താഴെ വരുന്നു. ഒനിയിൽ കയ്യിൽ ഇരുന്ന സാധനം മൊത്തം പോയി. എന്നിട്ട് ഒനിയിൽ ബസർ കൃത്യം അടിച്ചു കഴിഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങിയത്. പക്ഷേ അവർക്ക് 2045 പോയിൻറ്റ്സിൻ്റെ സാധനങ്ങൾ അവർ എടുത്തായിരുന്നു. ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് പിന്നെ 2 പേരുടെ ഡ്രസ്സോ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ അനീഷാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഡിവോഴ്സിനെ പറ്റിയൊക്കെ പറയുന്നതാണ്. അതായത് ഒരാളുടെ ഭാഗത്ത് മാത്രമൊന്നുമല്ല തെറ്റ്, ഒരു ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ 2 ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ. അപ്പോഴത്തേന് പിന്നെ ഭർത്താവ് തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അംഗീകരിച്ച്, അതായത് നമ്മൾ അംഗീകരിച്ച് നിൽക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അനീഷ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോഴത്തേന് മറ്റേ അപ്പാനി, അക്ബറും എല്ലാം കൂടെ ചാടി ഇരുന്നിട്ട് അനീഷിൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. അക്ബർ എന്നിട്ട് പറയുന്നത്, ട്രോമ അനുഭവിച്ച് ഡിവോഴ്സ് മേടിച്ച് ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കെതിരെ പറയുന്ന സ്ത്രീകളെ അവമാനിക്കുന്ന പോലെയാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ശാരികയെ സംസാരിച്ചു. ശാരികയും ഡിവോഴ്സ് ചെയ്യണമല്ലോ, അപ്പം സ്ത്രീകളെ അവമാനിച്ചു. എന്നിട്ട് അത് പറഞ്ഞിട്ട് ശാരികയും അക്ബറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു അടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അക്ബറാണ് മറ്റേ ശാരികയുടെ ഒരു പാട്ടുണ്ടല്ലോ, വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്, ഒന്നിനെ പോലെ പോകുന്ന ശാരിക എന്നൊക്കെ പറഞ്ഞിട്ട് രസമുണ്ട് കേൾക്കാൻ, നല്ല പാട്ടായിരുന്നു. പിന്നെ ജിസയിലും ഒനിയിലും ജയിലിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട ആ ദിവസം വന്നിരിക്കുന്നത്. അപ്പം സരിക വഹിക്കുന്നുണ്ട്, കലവറ ഒരു മണിയറയാക്കുമെന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് അവരെ കയറ്റി വിടുന്നത്. അപ്പം ഒനിയിലിനൊരു ചായ ഉണ്ടല്ലോ ജിസയിലിൻ്റെ സൈഡിലേക്ക്, അപ്പം അതിനെപ്പറ്റിയാണ് അവർ കളിയാക്കി വിട്ടത്. പിന്നെ അവർക്ക് ജയിലിൽ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കടികട്ടിയുള്ള ടാസ്ക്കാണ്. മനുഷ്യക്ലോക്ക് എന്നാണ് ടാസ്കിൻ്റെ പേര്. അതായത് തന്നിരിക്കുന്ന 2 ഇരുമ്പിൻ്റെ വടികളുണ്ട്, അത് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ സെക്കൻഡും ഇങ്ങനെ അത് കൊട്ടി ഓരോ സെക്കൻഡും അങ്ങനെ 1 മണിക്കൂറാകുമ്പോൾ ഇവർ ബിഗ് ബോസിനോട് പറയണം. അതങ്ങനെ കണ്ടിന്യൂസ് പിറ്റേ ദിവസം വരെ ചെയ്തുകൊണ്ടിരിക്കണം, മാറി.
ഇപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സമയം പറയുന്നത്. അപ്പോൾ എന്നിട്ട് സമയം 9:30 മറ്റേ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്നേരം തൊട്ട് അവർ ഇത് ചെയ്യണം. ജിസേൽ ഒരു സൈഡിൽ കൂടെ കൊട്ടി തുടങ്ങുന്നു. പിന്നെ ശാരികയും അടുത്തത് മറ്റേ ഷാരികയും നെവിനും മറ്റേ എൻ്റെ ഫാൻസ് ഗ്രൂപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് എന്നിട്ട് ഓരോരുത്തരെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അനീഷിനെ അനുകരിക്കുക, അനീഷ് ഷാനവാസും തമ്മിലുള്ള എന്താ ഒരു അടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മരക്കരുത് മരബോധമേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ഇതൊക്കെയാണെങ്കിലും നെവിന് മറ്റേ ഇങ്ങനെ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അനീഷ് ഭയങ്കര ചിരിച്ച് അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് ആദ്യമായിട്ടാണ് ഇത്രയും ചിരിച്ച് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് അടുത്തെന്ന് പറയുന്നത് അക്ബർ ഒരു ഡബ് ചെയ്യുന്നത്. അക്ബറും മറ്റേ നൂറ അവരൊക്കെ അകത്തിരിക്കുകയാണ്. പുറത്ത് ബിന്നിയും ശരത്ത് നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം അക്ബറാണ് ഇവിടെ നിന്ന് മറ്റേ സഞ്ചാരം രീതിയിലൊക്കെ ഡബ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ വീണ്ടും കാണിക്കുന്നത് മറ്റേ ജയിലിലാണല്ലോ ഒനീലും ജിസയിലും സ്റ്റിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 1:30 ആയി. പക്ഷേ എന്നിട്ട് ഒനീലിന് പറ്റില്ല, ഒനീൽ ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അഭിലാഷ് വന്നിട്ട് ബിഗ് ബോസിനോട് ടാസ്ക് നിർത്താനൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പം ജിസയിലും മറ്റേ കുട്ടുന്ന സാധനം നിർത്തി വെച്ചിട്ട് അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങും. അത്രയും പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മെയിൻ എപ്പിസോഡ് തീർന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് മെയിൻ എപ്പിസോഡിനകത്ത് കാണിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.